ഹലോ ഡിയേഴ്സ്, ഡെയിലി ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റാണ്. ഉച്ചക്കത്തെ ഊണിൻ്റെ ഒപ്പം കഴിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. വരൂ. ആദ്യം വേണ്ടത് ചെമ്മീനാണ്. ഒരു 300 ഗ്രാം ചെമ്മീനുണ്ട്. പിന്നെ ഒരു സവാള, അര തക്കാളി, ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ മല്ലിപ്പൊടിയാണ് വേണ്ടത്. ഓൾറെഡി ചെമ്മീനിൽ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത് പുരട്ടി മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ച് പാൻ ചൂടാക്കാൻ വയ്ക്കാം. ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകട്ടെ. അത് കഴിയുമ്പോൾ സവാള ഇടാം. നിരത്തിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ തക്കാളി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് മൂടി വയ്ക്കാം. അല്പം കഴിഞ്ഞിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി എല്ലായിടത്തേക്കും അതെല്ലാം പിടിച്ചതിന് ശേഷം മൂടി വയ്ക്കാം. ഒന്ന് തുറന്ന് നോക്കുക. മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കുക. വീണ്ടും വഴറ്റി കൊടുക്കുക. എല്ലായിടത്തേക്കും പിടിക്കണം. സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഒന്നിച്ച് ഒന്ന് വഴണ്ട് വരണം. എന്നിട്ട് നമുക്ക് പച്ചമുളക് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. വീണ്ടും വഴറ്റി കൊടുക്കുക. ഇത് എളുപ്പമുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റോസ്റ്റാണ്. എന്നിട്ട് മൂടി വയ്ക്കുക. ഇതിപ്പോൾ എന്നിട്ട് മൂടി വെച്ച് അത് കഴിഞ്ഞ് തുറന്ന് നോക്കാം. പിന്നെ വഴറ്റി കൊടുക്കാം. എല്ലാവർക്കും അറിയാവുന്ന സംഭവമായിരിക്കും. എന്നാലും നമ്മൾ ചെയ്യുന്നത് നിങ്ങളോട് കൂടി പങ്കുവയ്ക്കാനായിട്ടാണ്. തക്കാളിയൊക്കെ ശരിക്ക് ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കുക. തക്കാളി ശരിക്ക് വഴന്നിട്ടുണ്ട്. ആ തക്കാളി ആ വെള്ളത്തിൽ തന്നെ കിടന്ന് വഴന്ന് വരും. അതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറണം. നല്ലപോലെ ചൂടാക്കി എടുക്കുക. നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് നിരത്തി കൊടുക്കണം. ഇപ്പോൾ വഴറ്റി ഇളക്കരുത്. അത് നിരത്തി കൊടുക്കുക. നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്യും. കുറച്ച് വെള്ളം മതി. എന്നിട്ട് മൂടി വയ്ക്കാം. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം അതിലായിട്ടുണ്ടാകും. എന്നിട്ട് തിരിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ താഴേക്ക് ഇതുപോലെ അടിയിലേക്ക് ആവണ വിധം ഇളക്കിയിട്ട് കൊടുക്കാം. മൂടി വയ്ക്കാം. തുറന്ന് നോക്കുമ്പോഴേക്കും ഈ ഒരു പാകമായിട്ടുണ്ടാകും. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ്. വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഒരുപാട് ഓവർ കുക്കാവരുത്, അധികം കുക്കാവരുത്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, അത് മതി. കുരുമുളക് പൊടി ഇട്ടിട്ട് നമ്മളൊന്നും കൂടെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും കൂടി മുകളിലേക്കിട്ട്
ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, എന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുമില്ല, പെട്ടെന്നാകും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഊണിൻ്റെ കറികൾ. നമ്മൾ ഇപ്പോൾ വെച്ച ചെമ്മീൻ റോസ്റ്റ്, കായ ഉപ്പേരി, ഒരു മോരുകറി, കുമ്പളങ്ങ മോരുകറി. അപ്പോൾ ഇത്രയാണ്. കുമ്പളങ്ങയുടെ റെസിപ്പി ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചക്കുള്ള കറികൾ. അപ്പോൾ എല്ലാവരും ഈ സിമ്പിളായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.